ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. കാരണം തമിഴ് ബിഗ് ബോസ് സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ ഫൈനലിൽ നിന്നാണ്. ലൈക്ക് അവസാന ടോപ്പ് 5 എത്തിയിരിക്കുന്നത് 5 പേരാണ്. അതിൽ ആര് വിജയിക്കും, ആരൊക്കെ റണ്ണറപ്പ് ആവും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിലേക്ക് കൺഫേമായ 100% കൺഫേമായി എഗ്രിമെൻറ്റിലേക്ക് കടന്നിരിക്കുന്ന 3-4 പേരുടെ പേരുകൾ അതും നമ്മളിന്ന് പുറത്തു വിടുകയാണ്. അപ്പോൾ നമ്മൾക്കും ചിന്താ ഫ്ലോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം നമുക്ക് ബിഗ് ബോസ് സീസൺ 7 തമിഴിൻ്റെ വിശേഷങ്ങൾ പങ്കെടുക്കുക. ഏതാണ്ട് ഒരു 118 ദിവസവും 120 ദിവസവും ഇങ്ങാണ്ട് ഷൂട്ടിങ് നടന്നൊരു ഷോയാണ്. കമലഹാസനാണെങ്കിൽ നമുക്കറിയാം. അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെയാണ്. ഈ ഫൈനലിൽ വന്നിരിക്കുന്ന വിഷ്ണു, ദിനേശ്, മണിചന്ദ്രൻ, അർച്ചന, ഈ 5 പേരാണ് അവസാന 5 വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഈ അർച്ചന എന്ന് പറയുന്ന വൈറ്റ് കാർഡായിട്ട് വന്നൊരു എൻട്രിയാണ്. ഇപ്പം നമ്മുടെ മലയാളത്തിൽ ഗ്രാൻഡ് ഫിനാലെ ഫൈനലിൽ വൈറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സീസണിൽ ഷിയാസ്ക്രീം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സീസൺ 4 റിയാസ് ഉണ്ടായിരുന്നു. അങ്ങനെ വൈറ്റ് കാർഡിൽ വന്നവരൊക്കെ ഗ്രാൻഡ് ഫിനാലയിൽ വന്നിട്ടുണ്ട്. ഇതുവരെ ഹിന്ദിയിൽ OTT വൈറ്റ് കാർഡിൽ വന്ന ഒരാൾ വിജയിച്ചു. അല്ലാതെ വേറെ ആരും ഇതുവരെ വൈറ്റ് കാർഡിൽ വന്നിട്ട് വിജയിച്ചിട്ടില്ല. അപ്പോൾ നിലവിൽ ഈ 5 പേരാണുള്ളത്. ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് അറിയാവുന്ന മലയാളി പ്രേക്ഷകർക്ക് കുറച്ച് അറിയാവുന്ന മായനെയാണ്. കാരണം മായ വിക്രത്തിലും അതുപോലെ ലിയോയിലും അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ആളുകളും തമിഴർക്ക് വളരെ അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്ക് വരികയാണെങ്കിൽ വിന്നറായിരിക്കുന്നത് അർച്ചനയാണ്. വൈൽഡ് കാർഡിൽ വന്ന് വിന്നറായിരിക്കുകയാണ്. തമിഴിൽ ആദ്യമായിട്ടാണ് വൈൽഡ് കാർഡിൽ വന്നൊരു വിന്നറാവുന്നത്. തമിഴിൽ ആദ്യമായിട്ടാണ്. 2ാം സ്ഥാനം മണിചന്ദ്രനാണ്. ഫസ്റ്റ് റണ്ണറപ്പ് ആയിരിക്കുന്നത് മണിചന്ദ്രനാണ്. 3ാം സ്ഥാനം സെക്കൻഡ് റണ്ണറപ്പ് മായയാണ്. നമ്മുടെ വിക്രത്തിനകത്തൊക്കെ അഭിനയിച്ച മായയാണ്. 4ാം സ്ഥാനം ദിനേശാണ്. 3rd റണ്ണറപ്പ് ആയിരിക്കുന്നത് ദിനേശാണ്. 5ാം സ്ഥാനം വിഷ്ണുവാണ്. അതായത് 4th റണ്ണറപ്പ് ആയിരിക്കുന്നത് വിഷ്ണുവാണ്. ഈ 5 പേരാണ് അഭിവാദ്യം അല്ലെങ്കിൽ അഭിനന്ദനം അറിയിക്കുകയാണ്. അർച്ചന ഒരു വൈറ്റ് കാർഡിൽ വന്ന് കളിച്ച് കയറുക എന്നൊക്കെ പറയുന്ന വലിയ കാര്യമാണ്. പക്ഷെ അതിൽ സാധിച്ചു. എനിക്ക് കുറച്ച് താല്പര്യമുള്ള ഒരാൾ മായയായിരുന്നു. മായ നല്ല കണ്ടന്റ് തന്നുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ മായ 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ മലയാളം സീസൺ 6 നടക്കുകയാണ്. ലാലേട്ടൻ തന്നെയാണ് ആങ്കർ. ലാലേട്ടൻ്റെ പ്രൊമോ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പ്രൊമോ വിടുന്നില്ല? ആകെ 2 പ്രൊമോയെ പറ്റിയിട്ടുള്ളൂ. ഒന്നൊരു ലോഗോയും പിന്നെ കോമണൈസ് പല ആളുകളെ അപ്ലൈ ചെയ്ത പലരെയും വിളിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്ലൈ ചെയ്ത പലർക്കും ഗോൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെലക്ട് ആയവരുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതുവരെ ഫൈനലി കൺഫേം ചെയ്തിരിക്കുന്ന ഒന്ന് അഖിൽ ആനന്ദാണ്. അഖിൽ ആനന്ദ് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെ സീരിയലിനകത്ത് ഉള്ള ആളാണ്. ഏഷ്യാനെറ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലിനകത്തൊരു നെഗറ്റീവ് ടച്ച് ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്ന് പറയുന്ന സീരിയലിനകത്തൊരു വില്ലൻ റോള് ചെയ്ത ഒരാളാണ്. അദ്ദേഹം മുമ്പ് പല സീരിയലിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അഖിൽ ആനന്ദ്. പിന്നെ ഒരാൾ കൺഫേം ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കലാണ്. ശ്രീലക്ഷ്മി അറക്കൽ 100% കൺഫേം എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വാർത്ത. ശ്രീലക്ഷ്മി അറക്കലിനെ അറിയാം, ഒരു ആക്ടിവിസ്റ്റാണ്. ലൈംഗിക വിഷയങ്ങൾ കൂടുതലായിട്ട് ലൈവിൽ പ്രതിപാദിച്ചും അതുപോലെ ഫെമിനിസ്റ്റ് വിഷയങ്ങൾ സംസാരിച്ചും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഒക്കെ സംസാരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ താരമാണ് ശ്രീലക്ഷ്മി അറക്കൽ. 3ാമതായിട്ട് ബിനീഷ് ബാസിനാണ്. ബിനീഷ് ബാസിൻ മലയാള സിനിമയിൽ തമിഴ് സിനിമയിലൊക്കെ വില്ലൻ റോളുകളൊക്കെ ചെയ്ത് കടന്നു വന്നിട്ടുള്ള ആർട്ടിസ്റ്റാണ് ബിനീഷ് ബാസിൻ. കൊച്ചി സ്വദേശിയാണ്, മട്ടാഞ്ചേരി സ്വദേശിയാണ്. അദ്ദേഹം സ്റ്റാർ മാജിക്കിലൂടെയാണ് കുറച്ചുകൂടെ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചത്. സ്റ്റാർ മാജിക് എന്ന് പറയുന്ന കോമഡി അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോയിലൂടെ വന്നതിന് ശേഷമാണ് ബിനീഷ് ബാസ്റ്റിന് ഒരുപാട് സ്വീകാര്യത ലഭിക്കുന്നത്. അങ്ങനെ ബിനീഷ് ബാസ്റ്റിനും ഇത് ബിഗ് ബോസ് സീസൺ 6 കൺഫേം ആയിരിക്കുകയാണ്. അവസാനമായിട്ട് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ്, ഒരു ഇൻഫ്ലുവൻസറാണ്. ഈ ജാസ്മിൻ ജാഫർ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 കൺഫേം ആയിരിക്കുകയാണ്. കൺഫേം ആയ 4 പേര് ഒന്നുകൂടെ പറയാം: അഖിൽ ആനന്ദ്, ശ്രീലക്ഷ്മി അറക്കൽ, ബിനീഷ് ബാസ്റ്റിന്, ജാസ്മിൻ ജാഫർ. ഈ 4 പേരും ബിഗ് ബോസ് സീസൺ 5 100% കൺഫേം ആയിരിക്കുകയാണ്. ഇനിയും കൺഫേം ആയുള്ള ലിസ്റ്റ് ഉണ്ട്, ഞാൻ വരുന്ന മുറയ്ക്ക് വിടാം. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടാവും. കോമണൈസ് ആയിട്ട് സാധാരണക്കാരിൽ നിന്ന്, നമ്മളിൽ നിന്ന് ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്, അതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളത്. അത് അവസാന നിമിഷം വരെ സർപ്രൈസ് ആയിരിക്കും. എന്തായാലും അത് പുറത്തു വരിക തന്നെയും നമ്മൾ ആദ്യം റിവീൽ ചെയ്യുകയും ചെയ്യും. എന്തായാലും
ബിഗ് ബോസ് സീസൺ 7 തമിഴിൽ വിജയിച്ചവർക്കും ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിലേക്ക് വരുന്നവർക്കും എല്ലാം അഭിനന്ദനം അറിയുകയാണ്. ഇതിൽ പങ്കെടുക്കാൻ തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഒരു ഇൻ്റർനാഷണൽ ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ ബിഗ് ബോസ് ആണ്, UK ഒക്കെ ബിഗ് ബ്രദർ ആണ്. അപ്പോൾ വലിയൊരു ഷോ ആണ്, അത് വലിയ വിതരണ കമ്പനിയാണ്. അതിൽ പങ്കെടുക്കുക, നന്നായിട്ട് ഗെയിം കളിക്കുക, നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അത് തന്നെയാണ് അവിടെ മെയിനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ അർച്ചനയാണ് തമിഴിൽ ജയിച്ച അർച്ചനയ്ക്ക് അഭിനന്ദനം. അതുപോലെ തന്നെ ബിഗ് ബോസിലേക്ക് കൺഫേം ആയി 4 പേർക്ക്, നമ്മുടെ പേര് പറയാം, അഖിൽ ആനന്ദ്, ശ്രീലക്ഷ്മി അറക്കൽ, വിനീഷ് ബാസ്റ്റിൻ, ജാസ്മിൻ ജാഫർ, ഇവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്, ഞാൻ മറുപടി തരുന്നതായിരിക്കും.